ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഫിസിക്സിൻ്റെ ബാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്തി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ 2 ക്വസ്റ്റ്യൻ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt AC supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary എന്നാണ് ചോദ്യം. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് ചെന്നേരം വരേണ്ട വി എസ് വി പി കണ്ടുള്ളത് ആ ഇക്വേഷനെ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തന്നേരം എന്താ നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് ആണ് 240 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് ട്രാൻസ്ഫോമർ എങ്കിൽ, ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോമർ എങ്കിൽ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ടാണ് 240 വോൾട്ട്. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് 8 വോൾട്ട്. ഇത് നമ്മളൊരു ഇലക്ട്രിക് ബെല്ലിലേക്ക് കൊടുത്തേക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് തന്നിട്ടുണ്ട്, അതുപോലെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NS ആണ് അല്ലേ. സെക്കൻഡറിയിൽ കോയിലിൽ എത്ര ടേൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സെക്കൻഡറി ഈ കോയിലിൽ എത്ര ടേൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് 240. പ്രൈമറിയിലെ വോൾട്ടേജ് നമ്മൾ എഴുതാ VP is equal to 240 VS. സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട് അല്ലേ. 8 വോൾട്ട്. NP എത്ര തന്നിട്ടുണ്ട്? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളിൽ എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 4800 തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? NS ആണ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡറി കോയിലിൽ എത്ര ടേൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? VS by VP is equal to NS by NP അല്ലേ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് VS by VP is equal to NS by NP. VS എന്താണ്? പ്രൈമറി സെക്കൻഡറിയിലെ വോൾട്ടേജ്. VP എന്താണ്? പ്രൈമറിയിലെ വോൾട്ടേജ്. NS എന്താണ്? സെക്കൻഡറിയിലുള്ള കോയിൽ ചുറ്റുകളുടെ എണ്ണം. NP എന്താണ്? പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് NP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോറി, NP അല്ല, NS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ടോടെ ഈ ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും? VS എന്താണ്? VS എന്ന് പറയുന്നത് 8 വോൾട്ട് ഡിവൈഡഡ് ബൈ VP എന്ന് പറയുന്നതാണ്. VP എന്ന് പറയുന്നത് 240 is equal to NS എന്ന് പറയുന്നത് എന്താണ്? NS ആണ് കണ്ടുപിടിക്കേണ്ടതുള്ളത്. NP എന്താണ്? NP എന്ന് പറയുന്നത് 4800. ഇത്രയും കാര്യം നമുക്കറിയാം. എന്ത് ചെയ്യാം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, NS കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? 8 into NS into 240 is equal to 8 into 4800 data. Okay, but 240 into NS is equal to 8 into 4800. നമ്മൾ ഇങ്ങനെ NS ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ 240 മൾട്ടിപ്ലിക്കേഷൻ 240 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ 240 മാറ്റാം അല്ലേ. 8 into 4800 ഡിവൈഡഡ് ബൈ 240. ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, 24 into എത്രയാണ്? 48. 24 into 2 ആണ് 48 അല്ലേ. അപ്പോൾ ഇത് പോയി ഇവിടെ എന്തായി പറയുന്നത്? 2. അപ്പോൾ എന്ത് തോന്നുന്നു? 8 into 20. 8 into 20 എന്താണ്? 8 into 2 16 ആണ്. 16 into 0 വരുമ്പോൾ 160. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? 160 നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും സെക്കൻഡറി കോയിൽ ഉണ്ടാവും. അപ്പോൾ പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവും. അപ്പോൾ എന്ത് ട്രാൻസ്ഫോമർ ആണ്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. ഇങ്ങനെ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. പ്രൈമറിയിലാണ് ടേണുകളുടെ എണ്ണം കൂടുതലെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സ്റ്റെപ്പ്. പ്രൈമറിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സെക്കൻഡറിയിൽ കുറവ്. മീൻസ് പ്രൈമറിയിൽ കുറവും സെക്കൻഡറിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമുക്ക് കണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ പ്രൈമറിയിൽ 4800 ടേൺസ് ഉണ്ട്. പ്രൈമറിയിൽ 4800 ചുറ്റുകളുണ്ട്. പക്ഷേ സെക്കൻഡറിയിൽ നോക്കി ആകെ 160 ചുറ്റേ ഉള്ളൂ. അപ്പോൾ പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. അപ്പോൾ എന്താണ്? ഔട്ട്പുട്ടിലേക്ക് ഒരു വോൾട്ടേജ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഏത് ട്രാൻസ്ഫോമറാണ് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് പറഞ്ഞോളൂ. മനസ്സിലായി കാണുന്നതായിരുന്നു. ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത മാതിരി തന്നെ ഈ ഇക്വേഷനിലേക്ക് എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ആവശ്യമുള്ള സാധനം കണ്ടുപിടിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് 240 വോൾട്ട് AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? എന്നാണ് ചോദ്യം. ഓക്കെ,
അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറിയിൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുത്തത് അല്ലേ? പ്രൈമറിയിൽ ഇൻപുട്ടും സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് വരിക. ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആയിരിക്കും ഇൻപുട്ട് ആക്കി കൊടുക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും നമ്മൾ എവിടെ നിന്ന് എടുക്കുക? സെക്കൻഡറി കോയിലിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി കോയിലിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഇൻപുട്ട് വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജ് 240 വോൾട്ട് എന്ന് എഴുതുന്നിട്ടുണ്ട്. 80 ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ NS ആണ് അല്ലെ? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ 80. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ആൻഡ് 800 ടേൺസ് ഇൻ പ്രൈമറി. അപ്പൊ പ്രൈമറിയിലെ ടേൺസ് എന്ന് പറയുന്നത് NP 800 ആണ് പ്രൈമറിയിലെ ടേൺസ്. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് അറിയാം. ഇത് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. PP അറിയാം, NS അറിയാം, NP അറിയാം. ബാക്കി എന്താ ഉള്ളത്? VS അല്ലെ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്. ഇത് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? നമുക്ക് ഇത്രയും പഠിച്ച ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. VS by VP is equal to NS by NP. ഓക്കെ, സെക്കൻഡറി ആണ് ആദ്യം വരുന്നത്. VS by VP is equal to NS by NP. അപ്പോൾ VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, VS അറിയില്ലാത്തത് VS എഴുതി. VP എന്താണെന്ന് അറിയാം? 240 ആണെന്ന് അറിയാം. is equal to NS എന്താണെന്ന് അറിയാം? NS 80 ആണ് divided by NP എന്ന് പറയുന്നത് 800 ആണ് അല്ലേ? അപ്പോൾ VS എന്താണെന്ന് കിട്ടും? VS is equal to VS നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഈ VSനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്? VS into 800 is equal to 80 into 240. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദ്യം ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. 80 into 240 is equal to 800 into VS ചെയ്യാനും കുഴപ്പമില്ല. അപ്പോൾ VS ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ VS അല്ലാതെ ഞാൻ ആദ്യം എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ VS കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇൻറ്റു ആണ് അല്ലേ? അപ്പോൾ അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ VS is equal to 80 into 240 divided by 800 അല്ലേ? എന്താണ്? ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 8 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? അവിടെ സെക്കൻഡറിയുടെ വോൾട്ടേജ് പറയുന്നത് എന്താണ്? സെക്കൻഡറിയുടെ വോൾട്ടേജ് പറയുന്നത് 24 വോൾട്ട് ആണ് സെക്കൻഡറിയുടെ വോൾട്ടേജ്. ഓക്കെ, 24. അപ്പോൾ നമ്മൾ ഇതും അതേപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്തത്. നമുക്ക് എന്തറിയാം? VP അറിയാം, NS അറിയാം, NP അറിയാം, VS അറിയില്ല. അതുപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? VS കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? VS by VP is equal to NS by NP ആണെന്നറിയാം. VS കണ്ടുപിടിക്കണം. അപ്പം VP 240 എഴുതി, NS 80 divided by 800. VS കണ്ടുപിടിക്കണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. VS into 800 is equal to 80 into 240. VS into 800 ആണ് അല്ലേ? അപ്പം VSൻ്റെ കണ്ടുപിടിക്കുമ്പോൾ 800 അപ്പുറത്തെ ഈക്വൽ ടു അപ്പുറത്തേക്ക് ഡിവിഷനായിട്ട് മാറും. 80 into 240 divided by 800. അപ്പോൾ 80 into 240 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണമെന്നില്ല. ജസ്റ്റ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോകും. അപ്പോൾ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. എന്താ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വെട്ടി കളയാനൊക്കെ പറ്റും. അപ്പോൾ VS എന്ത് വരും? 80 into 240 divided by 800 എന്ന് വരും. അപ്പോൾ 0 വെട്ടിപ്പോയി. അതേപോലെ തന്നെ എന്താണ്? 8 വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 24 ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് 24 വോൾട്ടാണ് കിട്ടി. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് ആ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം കണ്ടു. നമ്മൾ വേറെ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. വേറെ ടോപ്പിക്കല്ല, ട്രാൻസ്ഫോമറിൻ്റെ തന്നെ വേറെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? പവർ. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ വോൾട്ടേജിൻ്റെ എന്താണ്? സെക്കൻഡറി ഉള്ള വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും നമ്മൾ റിലേഷൻ കണ്ടു അല്ലേ? വോൾട്ടേജും പ്രൈമറി സെക്കൻഡറിയിലെ വോൾട്ടേജും പ്രൈമറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടു. നമ്മൾ ഈ VS by VP is equal to NS by NP എന്ന ഇക്വേഷൻ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പവറിൻ്റെ കാര്യമാണ്. പവർ ഇൻ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി കോയിൽസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് സെയിം. ഓക്കെ, വോൾട്ടേജിന് വ്യത്യാസം വന്നാലും കറണ്ടിന് വ്യത്യാസം വന്നാലും എന്താണ്? നമ്മുടെ പവർ പ്രൈമറി കോയിലുള്ള പവറും സെക്കൻഡറി കോയിലുള്ള പവറും സെയിം ആയിരിക്കണം. ഓക്കെ, വോൾട്ടേജിന് എന്താണ്? സ്റ്റെപ്പ് അപ്പിന് സ്റ്റെപ്പ് ഡൗണിന് അനുസരിച്ച് വോൾട്ടേജ് എന്താണ്? പ്രൈമറിയിലും സെക്കൻഡറിയിലും കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പവർ രണ്ടിലും എന്തായിരിക്കണം? പവർ രണ്ട് കോയിലിനും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും പവർ സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്.
There is no loss of power from a transformer. The power in the primary and the secondary coils will be equal. അതുകൊണ്ടാണ് പവറിന് ഒരു ലോസ്, പവർ നഷ്ടം സംഭവിക്കുന്നില്ല, പവർ പവർ ലോസ് ഓഫ് പവർ നടക്കുന്നില്ല. പ്രൈമറിയിലുള്ള പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലേക്ക് പോകുക. വോൾട്ടേജ് കൂടി കുറഞ്ഞു കഴിഞ്ഞാലും പവർ സെയിം തന്നെയായിരിക്കും പ്രൈമറിയിലും സെക്കൻഡറിയിലിരിക്കും. അതുകൊണ്ട് നമുക്കൊരു പവർ ലോസ് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്നില്ല. ഇനി പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? വോൾട്ടേജും കറണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം അല്ലേ? പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ. ഓക്കെ, അപ്പം നമുക്ക് ആ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, പ്രൈമറിയിലെ വോൾട്ടേജും പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്താ സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ? പവർ ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പ്രൈമറിയിലെ പവറിനെ ഞാൻ പി എഴുതാണ്. ഓക്കെ, പവർ ഓഫ് പ്രൈമറി, ഇത് പി പവർ ഇ പി പ്രൈമറി കേട്ടോ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് പ്രൈമറി. പ്രൈമറി കോയിലിലെ പവറും എന്താണ് ഈക്വൽ ടു പവർ ഓഫ് സെക്കൻഡറി കോയിലിലെ പവർ. പി എന്ന് പറയുന്നത് പവർ, ഇത് പ്രൈമറി, ഇത് പവർ, ഇത് സെക്കൻഡറി. കാരണം എന്താ, പവർ ലോസ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പവർ ലോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവർ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ പവർ ഓഫ് പ്രൈമറി കോയിൽ ഇസ് ഈക്വൽ ടു പവർ ഓഫ് സെക്കൻഡറി കോയിൽ. ഇങ്ങനെ എഴുതാൻ പാടില്ലേ? നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, പവറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ പ്രൈമറി കോയിലിലെ വോൾട്ടേജ് എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ കറണ്ട് എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഐ പി എഴുതാം അല്ലേ? കറണ്ടിന്റെ പ്രൈമറി ഐ പി. ഈ പ്രൈമറി കോയിലിലെ വോൾട്ടേജിന് നമുക്ക് എങ്ങനെ എഴുതാം? വി പി, വോൾട്ടേജിന്റെ പ്രൈമറി കോയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പവറിന്റെ പ്രൈമറി കോയിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വി പി ഇൻറ്റു ഐ പി എഴുതി. കാരണം മനസ്സിലായോ? പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രൈമറി കോയിലിലെ പവർ ആണ്. അതുകൊണ്ട് എന്ത് വരും? പ്രൈമറി കോയിലിലെ പവർ ആയതുകൊണ്ട് വി പി, എല്ലാത്തിനും അതിലൊരു പി വരും. വി പി ഇൻറ്റു ഐ പി അല്ലേ? പ്രൈമറി കോയിലിലെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോയിലിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കോയിലിലെ കറണ്ട്. ഇനി നമ്മൾ സെക്കൻഡറി കോയിലിലെ പവർ എങ്ങനെ കണ്ടുപിടിക്കുക? സെയിം ഇക്വേഷൻ തന്നെയാണ്. പി എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ആണ് അല്ലേ? അപ്പൊ പിയുടെ അടിയിൽ എസ് വരുമ്പോൾ എല്ലാത്തിൻ്റെ അടിയിൽ എസ് കൊടുക്കുക. ബി എസ് ഇൻറ്റു ഐ എസ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ്, സെക്കൻഡറി കോയിലിലെ കറണ്ട് അല്ലേ? എന്ത് വരും? ബി എസ് ഇൻറ്റു ഐ എസ്. ഇങ്ങനെ എഴുതുക. അപ്പോൾ വി പി ഇൻറ്റു ഐ പി, ഇതെന്താണ് പവർ ഇൻ ദ പ്രൈമറി കോയിൽ. വി എസ് ഇൻറ്റു ഐ എസ് എന്ന് പറഞ്ഞാൽ പവർ ഇൻ ദ സെക്കൻഡറി കോയിൽ. അങ്ങനെ കിട്ടി. വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് നമ്മൾ എഴുതി. നമ്മൾ കറണ്ടിൻ്റെ ഒരു സൈഡിലേക്കും വോൾട്ടേജിൻ്റെ ഒരു സൈഡിലേക്കും എടുക്കാൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ ഐ പി ബൈ ഐ എസ്, ഈ ഐ എസിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്, അതുപോലെ ഈ വി പിനെ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായി? ഐ എസ് ഇൻറ്റു ആണ് അല്ലേ? അപ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് എന്തായി മാറും? ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വി എസ് ബൈ വി പി എന്ന് വരും. ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി. കാരണം വോൾട്ടേജിനൊക്കെ നമ്മൾ സ്ഥലത്തേക്ക് എടുത്തു, കറണ്ടിനൊക്കെ നമ്മൾ സ്ഥലത്തേക്ക് എടുത്തു. നമുക്ക് എന്ത് കിട്ടി? ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കാനുള്ള അടുത്ത ഇക്വേഷൻ. ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? ഐ പി എന്ന് പറയുന്നത് എന്താണ്? ഐ പി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ പ്രൈമറി കോയിൽ അല്ലേ? പ്രൈമറി കോയിലുള്ള കറണ്ട്, കറണ്ടിൻ പ്രൈമറി കോയിൽ, കറണ്ടിൻ പ്രൈമറി കറണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്? ഐ എസ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി കോയിലുള്ള കറണ്ട്, സെക്കൻഡറി കറണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരുമ്പോൾ എല്ലാം എഴുതി വെച്ചോളൂ. കറണ്ടിൽ സെക്കൻഡറി. വി എസ് വി പി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? വി എസ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. വി എസ് സെക്കൻഡറി വോൾട്ടേജ്, വി പി എന്താണ്? വി എസ് സെക്കൻഡറി വോൾട്ടേജ്, വി പി എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജ്. ഓക്കെ, ഐ പി എന്ന് പറയുന്നത് കറണ്ടിന്റെ പ്രൈമറി, ഐ എസ് എന്ന് പറയുന്നത് കറണ്ടിന്റെ സെക്കൻഡറി, അല്ലെങ്കിൽ സെക്കൻഡറി കറണ്ടിന്റെ പ്രൈമറി കറണ്ട് എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നതായിരുന്നു. ഓർഡർ ചോദിക്കുന്നത് സുഖമില്ല, അത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു
എന്താണ് പ്രൈമറി കോയിലുള്ള കറണ്ടും സെക്കൻഡറി കോയിലുള്ള പവർ ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ ടോപ്പിക്കിൽ നമ്മൾ പവറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് ഇവിടെ ട്രാൻസ്ഫോമറിൽ ഒരു പവർ ലോസ് നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കോയിലുള്ള പവർ തന്നെയായിരിക്കും സെക്കൻഡറി കോയിലേക്ക് വരാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം പി പി പ്രൈമറി കോയിലിലെ പവർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പി എസ് സെക്കൻഡറി കോയിലിലെ പവർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ പി പി എന്ത് എഴുതാം പ്രൈമറി കോയിലിലെ പവറിനെ എങ്ങനെ എഴുതാം പ്രൈമറി കോയിലിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കോയിലിലെ കറണ്ട് അല്ലേ. അപ്പോൾ പി പിക്ക് പകരം നമ്മൾ വി പി ഇൻറ്റു ഐ പിന്ന് എഴുതി. ഇനിയും പവർ ഇൻ സെക്കൻഡറി കോയിൽ എങ്ങനെ എഴുതാം വി എസ് ഇൻറ്റു ഐ എസ് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കോയിലിലെ കറണ്ട് വി എസ് ഇൻറ്റു ഐ എസ്. നമുക്ക് എന്ത് ചെയ്യും കറണ്ടിനൊക്കെ ഒരു സൈഡിലേക്ക് എടുത്തു വോൾട്ടേജിനൊക്കെ അപ്പർ സൈഡിലേക്ക് എടുത്തു. നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ കാര്യം പഠിച്ചത് എന്തായിരുന്നു വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നാണ് പഠിച്ചത്. ഇവിടെ എന്താ ശ്രദ്ധിക്കണം കേട്ടോ ഐ പി ആണ് മുകളിൽ കിടക്കുന്നത് ഐ പി ബൈ ഐ എസ് ആണ് ഫസ്റ്റിൽ വന്നത് സെക്കൻഡിൽ വന്നത് വി എസ് ബൈ വി പി ആണ്. അപ്പോൾ നമ്മുടെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ തെറ്റും. അതുകൊണ്ട് ഈ ഓർഡർ മാറിപ്പോയത് ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഓക്കെ, ആ ഓർഡർ മാറിപ്പോയത് ഇവിടെ സെയിം ഓർഡറിലല്ല. കറണ്ട് പ്രൈമറിയാണ് ആദ്യത്തെ അടിയിൽ സെക്കൻഡറി പക്ഷേ വോൾട്ടേജ് സെക്കൻഡറി ആണ് ആദ്യത്തെ പ്രൈമറി ആണ് അടിയിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെന്താ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും കാര്യമാണ് പറഞ്ഞത് അല്ലെ. വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ആ വോൾട്ടേജും കറണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് നോക്കാം. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താ സംഭവിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താ ചെയ്യും പ്രൈമറി കോയില് ജസ്റ്റ് വരയ്ക്കാന്നുണ്ടെങ്കിൽ ശരിയായിട്ട് വരച്ചു. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താ സംഭവിക്കുക പ്രൈമറി സെക്ഷനിൽ എന്താ ടേണുകളുടെ എണ്ണം കുറവായിരിക്കും സെക്കൻഡറി സെക്ഷനുകളിൽ ടേണിന്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലേ. പ്രൈമറി കോയിലിൽ ടേൺസിന്റെ എണ്ണം കുറവായിരിക്കും സെക്കൻഡറി കോയിലിൽ ടേൺസിന്റെ എണ്ണം ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പിൽ എന്താ സംഭവിക്കുക വോൾട്ടേജ് കൂട്ടും അല്ലേ. അപ്പോൾ വോൾട്ടേജ് എവിടെയായിരിക്കും കൂടുതൽ വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ. എന്താ സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻപുട്ടിൽ നിന്ന് തന്നെ വോൾട്ടേജിനേക്കാൾ വോൾട്ടേജ് കൂടുതൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടണം. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എവിടെയായിരിക്കും കൂടുതൽ വോൾട്ടേജ് കൂടുതൽ നമ്മുടെ സെക്കൻഡറിയിലായിരിക്കും അല്ലേ. വോൾട്ടേജ് കൂടുതൽ സെക്കൻഡറിയിലായിരിക്കും. ഇവിടെ പ്രൈമറിനെ അപേക്ഷിച്ച് വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡറിയിലെ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ പ്രൈമറിയിലെ വോൾട്ടേജ് അല്ലേ. സെക്കൻഡറിയിലെ വോൾട്ടേജ് നമ്മൾ എന്താ പറയുക വി എസ് ഗ്രേറ്റർ ദാൻ വി പി അല്ലേ. പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് വി പി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വോൾട്ടേജും സെക്കൻഡറിയിലായിരിക്കും കൂടുതൽ. അപ്പോൾ വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി എന്ന് എഴുതി. ഇനി ഈ വോൾട്ടേജും കറണ്ടും നമ്മുടെ അതിൻ്റെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഏത് സൈഡിലാണ് കൂടുതൽ ആ സൈഡിൽ കറണ്ട് കുറവായിരിക്കും. ഇവിടെ വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്. അതുകൊണ്ട് കറണ്ട് സെക്കൻഡറിയിൽ കുറവായിരിക്കും പ്രൈമറിയിൽ കൂടുതലായിരിക്കും. വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുതലാണ് അതുകൊണ്ട് സെക്കൻഡറിയിലുള്ള കറണ്ട് കുറവായിരിക്കും. ഇവിടെ എന്താണ് പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ് അതുകൊണ്ട് പ്രൈമറിയിലുള്ള കറണ്ട് ആയിരിക്കും ഇവിടെ കൂടും. അപ്പോൾ കറണ്ട് എങ്ങനെ വരാം കറണ്ട് ഐ പി പ്രൈമറിയിലെ കറണ്ട് ആയിരിക്കും ഗ്രേറ്റർ ദാൻ. ഇത് ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നമാണ് കേട്ടോ. ഏതാണോ വലുത് അതിൻ്റെ അടുത്തേക്ക് ഓപ്പൺ ഇത് വരും വി ഐ പി ഗ്രേറ്റർ ദാൻ ഐ എസ്. ഓക്കെ, അപ്പം എന്താണ് വോൾട്ടേജ് വി എസിലാണ് കൂടുതൽ എന്നുണ്ടെങ്കിലും കറണ്ട് ഐ എസിലായിരിക്കും കൂടുതൽ. ഓക്കെ, വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. അപ്പം എന്താ ചെയ്യാം സ്റ്റെപ്പ് അപ്പിൽ എന്താണ് സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. അപ്പോൾ സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതൽ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവ്. അപ്പോൾ വി എസ് ഗ്രേറ്റർ ദാൻ വി പി നീക്കി. കറണ്ട് നേരെ ഓപ്പോസിറ്റ് വരും. കറണ്ട് എന്താണ് പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി ഗ്രേറ്റർ ദാൻ ഐ എസ് നമ്മൾ എഴുതിയത്.
സെക്കൻഡറി ഇനി നമ്മൾ സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം നോക്കിയാൽ ഇത് സ്റ്റെപ്പ് അപ്പിൻ്റെ കാര്യമാണ് നമ്മൾ കണ്ടത്. ഇനി സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ടേൺസിന് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇവിടെ എന്താ നമ്പർ ഓഫ് ടേൺസ് എവിടെ കൂടുതൽ? പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻപുട്ടിൽ നിന്ന് തന്നെ വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും ഔട്ട്പുട്ടിൽ വരാം അല്ലേ? അപ്പോൾ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കുറവാണ്. അപ്പോൾ എന്താ ചെയ്യണേ? സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. വോൾട്ടേജിന് കുറഞ്ഞ ട്രാൻസ്ഫോമർ നമ്മൾ എന്താ പറയുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. എപ്പോഴും നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത് ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറിയിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഇവിടെ സെക്കൻഡറിയിലായിരുന്നു നമ്പർ ഓഫ് ടേൺസ് കൂടും. അപ്പോൾ സ്റ്റെപ്പ് അപ്പാണ്. ഇൻപുട്ടും അല്ല വോൾട്ടേജിനായി കുറവാണ്, കൂടുതലാണ് നമുക്ക് സ്റ്റെപ്പ് അപ്പിൽ പുറത്തേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് കൂടുതൽ പുറത്തേക്ക് പോകണം. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടിൽ നിന്ന് വന്നേക്കാളും കുറവാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കിട്ടാനായിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ്? വോൾട്ടേജ് എവിടെയായിരിക്കും കൂടുതൽ? വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള എവിടെയാണ്? പ്രൈമറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അല്ലേ? ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് കൂടുതൽ എവിടെയായിരിക്കും? ഈ പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? VP ഈസ് ഗ്രേറ്റർ ദാൻ VS. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. നമ്മൾ സെറ്റപ്പിൽ പറഞ്ഞ മാതിരി എന്താ? സെറ്റപ്പ് അല്ല, സ്റ്റെപ്പ് അപ്പ് കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ഇതിന് മാറിപ്പോയതാണ് സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്റ്റെപ്പ് ഡൗണിൽ വരാം. ഓക്കെ, അപ്പം സ്റ്റെപ്പ് ഡൗണിൽ എന്താണ്? ഇവിടെയാണ് കൂടുതൽ ടേൺസ്, അതുകൊണ്ട് വോൾട്ടേജ് VPയിലായിരിക്കും കൂടുതൽ. VSന്റെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അപ്പോൾ VSന്റെ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ VP ഗ്രേറ്റർ ദാൻ VS. ഇനി കറണ്ട് എങ്ങനെയാണ് വരാം? ഞാൻ പറഞ്ഞു വോൾട്ടേജ് കൂടുതൽ എവിടെയാണ് അവിടെ കറണ്ട് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയാണ് വോൾട്ടേജ് കുറവ്. അപ്പോൾ കറണ്ട് എവിടെയായിരിക്കും കൂടുതൽ? ഇവിടെയായിരിക്കും കറണ്ട് കൂടുതൽ. അപ്പോൾ എന്താ? ഏത് കറണ്ടാണ് കൂടുതൽ? IS എന്ന കറണ്ട് ആയിരിക്കും IPനേക്കാളും കൂടുതൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? IS ഈസ് ഗ്രേറ്റർ ദാൻ IPനെ എഴുതാം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ലോജിക്കാണ്, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് നിങ്ങളിങ്ങനെ എഴുതിയണം കേട്ടോ. സ്റ്റെപ്പ് അപ്പിൻ്റെ സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം നിങ്ങൾ എഴുതുക. മനസ്സിലായി കാണുകയായിരുന്നു. നമുക്ക് ഇനിയൊരു പ്രോബ്ലം ചെയ്യും. തൊട്ടറിയുള്ള പ്രോബ്ലമാണ്. In a transformer without any loss in power, there are 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. അപ്പോൾ എന്താ? സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം, കറണ്ടും കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണ് തന്നിട്ടുള്ളത്? ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. ഓക്കെ, പ്രൈമറിയിലാണ് ടേൺസ് കൂടുതൽ. അപ്പോൾ NP എന്താണ്? NP എന്ന് പറയുന്നത് 5000 ആണ് തന്നിട്ടുണ്ട്. NS സെക്കൻഡറിയിൽ ആകെ 250 ടേൺസ് ഉള്ളൂ. എന്ത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ? 5000 turns in the primary and 250 turns in the secondary. Primary voltage is 120 volt. Primary voltage 120 volt ആണ്. പക്ഷേ VP എന്ന് പറയുന്നത് 120 volt ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Primary voltage is 120 volt and the primary current is 0.1 ampere. Primary current ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് I ആണ്, കറണ്ടിന്റെ സിമ്പിൾ അല്ലേ? I. ഇപ്പോൾ പ്രൈമറി കറണ്ട് ആയതുകൊണ്ട് IP is equal to 0.1 ampere. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സെക്കൻഡറിയിലെ വോൾട്ടേജും കണ്ടുപിടിക്കണം, സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കണം, VSും കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ISും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. VS കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല എന്താണ്? ആദ്യം പഠിച്ച ഫോർമുല VS/VP is equal to NS/NP അല്ലേ? VS/VP is equal to NS/NP. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ VS കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ എന്താണ്? IP/IS is equal to VS/VP അല്ലേ? ആ ഇക്വേഷനിലോട്ട് നമ്മൾ ISും കണ്ടുപിടിക്കും. നിങ്ങൾ VS/VP is equal to നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? IP/IS is equal to VS/VP. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അല്ലേ? IP/IS is equal to VS/VP. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? നമുക്ക് രണ്ട് കൂട്ടങ്ങൾ അറിയില്ല, ഏതെങ്കിലും ഒരു കൂട്ടം മാത്രം അറിയുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ? ISും അറിയില്ല,
വി എസ് അറിയില്ല. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഒറ്റയ്ക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് അൺനോൺ ഉണ്ട് അല്ലേ. ഒരെണ്ണം അപ്പോൾ ഐ എസ് മാത്രം വി എസ് തന്നിട്ടുണ്ട്, ഐ എസ് മാത്രം കണ്ടുപിടിക്കാനുള്ളതായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ഐ എസ് തന്നിട്ടുണ്ട്, വി എസ് മാത്രം കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കാം എന്താ, ഇവിടെ രണ്ടും അൺനോൺ ആണ്. അപ്പോൾ രണ്ടും അൺനോൺ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ വി എസ് കണ്ടുപിടിക്കും. വി എസ് കണ്ടുപിടിച്ചിട്ട് എന്താ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഐ എസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കണ്ടോ എന്താ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാത്ത കാരണം എന്താ, ഐ എസും ഇ എസും അൺനോൺ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അൺനോൺ ആയിട്ട് വരേണ്ടത്. ബാക്കി മൂന്നെണ്ണം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ബാക്കി അൺനോണിനെ കിട്ടുള്ളൂ. രണ്ടെണ്ണം നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലിട്ട് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇട്ട് കൊടുത്തു. നമുക്ക് വി എസ് എന്താ അറിയാം, വി എസ് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ല. അപ്പോൾ വി എസ് വി പി അറിയാം, വി പി അറിയാം 120 വോൾട്ടാന്ന് അറിയാം. ഇനി എൻ എസ് അറിയാം, എൻ എസ് അറിയാം 250 ആണെന്ന് അറിയാം. എൻ പി അറിയാം 5000 ആണെന്ന് അറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വി എസ് ഇൻറ്റു 5000 ഇസ് ഈക്വൽ ടു 250 ഇൻറ്റു 120 അല്ലേ. വി എസ് എന്താണ്, ഇവിടെ ഇൻറ്റു ആണ്, അപ്പോഴത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. 250 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 5000. ഓക്കെ, ഈ 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്താ 25ഉം 50 അല്ലേ. 25 50 എത്രയാണ്, 25 ഇത് 2 ആണ് 50 അല്ലേ. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഇനി 12ഉം 2ഉം 2ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര, 12 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 2 ഇൻറ്റു 6 ആണ് 12. ഓക്കെ, അപ്പോൾ നമുക്ക് വി എസ് എന്താണ് കിട്ടി, വി എസ് നമുക്ക് കിട്ടിയത് 6 വോൾട്ടാണ് കിട്ടി. ഓക്കെ, വി എസ് നമുക്ക് 6 വോൾട്ടാണ് കിട്ടി. നമുക്ക് വി എസ് എന്ന് കിട്ടി, വി എസ് നമുക്ക് 6 വോൾട്ടാണ് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ, ഇല്ല. നമുക്ക് ഐ എസ് കണ്ടുപിടിക്കണം. ഐ എസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അതായത് നമുക്ക് വി എസും ഐ എസും കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ വി എസ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഇക്വേഷൻ ചൂസ് ചെയ്തു. ഓക്കെ, ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന ഇക്വേഷൻ ചൂസ് ചെയ്ത് നമുക്ക് കിട്ടില്ല. രണ്ട് അൺനോൺ ആണ്. നമുക്ക് വി എസും ഐ പിയും അൺനോൺ ആണ്. അതുകൊണ്ട് ആ ഇക്വേഷൻ ചൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം വി എസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി എസ് കണ്ടുപിടിക്കാൻ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സെയിം സ്റ്റെപ്പ് പോലെ തന്നെ നമ്മൾ വി എസ് കണ്ടുപിടിച്ചു. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണേ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഐ എസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മാറ്റിയാണ് ഐ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി അല്ലേ. ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഓക്കെ, ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. നമുക്ക് ഐ പി അറിയാലോ, ഇതറിയാം 0.1 ആംപിയർ ആണെന്ന് അറിയാം. അപ്പോൾ 0.1 ഡിവൈഡഡ് ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് എത്രയാണ്, വി എസ് 6 വോൾട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ വി പി എത്രയാണ്, വി പി നമുക്ക് 120 വോൾട്ടാണ് കിട്ടി അല്ലേ. നമുക്ക് ഐ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു ഐ എസ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 0.1 അല്ലേ. ഐ എസ് കണ്ടുപിടിക്കാം. ഐ എസ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 6 അല്ലേ. 120 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 6. ഇനി 120 ഇൻറ്റു 0.1 എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. എന്നാൽ 0.1 ആണ് അല്ലേ. അപ്പോൾ ഒരു പ്ലേസ് നീങ്ങിയിട്ടാണ് വന്നേനെ. അതുകൊണ്ട് അതിനടുത്ത് എന്താണ് ഇവിടെ 120 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ഓക്കെ, 12 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. എന്താ 2 എന്ന് കിട്ടും. 12 ഡിവൈഡ് ബൈ 6 2 ആണ്. അപ്പോൾ ഐ എസിലെ കറണ്ട് എത്രയാണ്, ഐ എസിലെ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. ഓക്കെ, ഐ എസിലെ കറണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഐ എസിലെ കറണ്ട് നമുക്ക് 2 ആംപിയറിന് കിട്ടി. ഇവിടെ നോക്കി നിങ്ങൾ വോൾട്ടേജ് എവിടെയായിരുന്നു കൂടുതൽ, വോൾട്ടേജ് കൂടുതൽ ഇവിടെയായിരുന്നു അല്ലേ. പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതലുണ്ടായത്. 120 വോൾട്ടാണ് പ്രൈമറിയിൽ ഉണ്ടായത്. സെക്കൻഡറിൽ ഉണ്ടായത് ആകെ കൂടി 6 വോൾട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ കറണ്ടിൻ്റെ കാര്യം നോക്കി, കറണ്ട് പ്രൈമറിയിലുണ്ടാവും 0.1 ആംപിയറേ ഉള്ളൂ. സെക്കൻഡറിൽ എന്തുണ്ട്, 2 ആംപിയർ ഉണ്ട്. ഇപ്പോൾ വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. 120 വോൾട്ടുള്ളടത്ത് 0.1 ആംപിയറേ ഉള്ളൂ. പക്ഷേ 6 വോൾട്ടുള്ളടത്ത് 2 ആംപിയർ ഉണ്ട്. അപ്പം വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. അപ്പം നമ്മൾ ഇന്നത് പഠിച്ചു നിർത്താണ്. ഓക്കെ, ഞാൻ അതിപ്പോൾ ഈ ടോപ്പിക്ക് തീർന്നു. ഞങ്ങൾക്ക് സെൽഫ് ഇൻഡക്ഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.